എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ ശ്രീപ്രസാദിൻ്റെ മെൻറ്ററാണ്. ശ്രീപ്രസാദിനെക്കുറിച്ച് പറയണമെങ്കിൽ അവൻ്റെ ഫസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് ഡേ ഇവ തമ്മിൽ കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാനായി സാധിക്കും. ആദ്യത്തെ ദിവസം അവൻ ക്ലാസ്സിലെത്തിയപ്പോൾ ആരുമായും മിണ്ടാതെ ക്ലാസ്സിൽ ഒതുങ്ങിക്കൂടിയ ഒരു പാവം കുട്ടിയായിട്ടാണ് അവനെ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എന്നെപ്പോലെ മറ്റുള്ള മെൻറ്ററുമായും അതുപോലെ മറ്റുള്ള വർക്കേഴ്സുമായും നല്ലപോലെ അവൻ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ശ്രീപ്രസാദിൻ്റെ കംഫർട്ട് സോൺ എടുക്കുകയാണെങ്കിൽ അത് വളരെ ചെറുതായിരുന്നു. ഈ ഒരു ചെറിയ കംഫർട്ട് സോണിൽ നിന്നും അവനെ വലിച്ച് വെളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും അവൻ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും വളരെ എളുപ്പമായിരുന്നു വെളിയിലേക്ക് വന്നത്. ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ അവൻ്റെ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റ് അതുപോലെ വായിച്ചു പഠിക്കാതെ അവൻ്റേതായ രീതിയിൽ അതിൽ മാറ്റമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ വീഡിയോ വളരെ നന്നായി അവനെ കൊണ്ട് ചെയ്യാനായി സാധിച്ചു. ഈ ഒരു 10 മിനിറ്റ് വീഡിയോ മൂലം എന്തൊരു കാര്യവും കഠിനമായി പരിശ്രമിച്ചാൽ വളരെ എളുപ്പമെന്ന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അത്ര എൻജോയ് ചെയ്തായിരുന്നു അവൻ ഈ വീഡിയോ ചെയ്തിരുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 3D പ്രിന്റിംഗ് കാർ ഉൽപ്പന്നത്തെ കുറിച്ചാണ്. ഞാൻ ചെയ്ത ഉൽപ്പന്നം RC കാർ അഥവാ റിമോട്ട് കൺട്രോൾ കാറാണ്. 3D പ്രിന്റിംഗ് കാർ നിർമ്മാണത്തിലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സാധാരണയായി നാം നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം കടകളിൽ പോകാറുണ്ടല്ലോ. കടകളിൽ ചില കളിപ്പാട്ടങ്ങൾ കണ്ട് വാശി പിടിച്ച് കരഞ്ഞ് ആ കളിപ്പാട്ടങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കളിപ്പാട്ടങ്ങൾ എത്ര കരഞ്ഞ് വാശി പിടിച്ചാലും അച്ഛനമ്മമാർ അത് വാങ്ങിച്ചു തരത്തില്ല. അതിന് കാരണം RC കാർ ചിലവേറിയതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ബുദ്ധി ഉദിച്ചത്. എന്തുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായി RC കാർ നിർമ്മിച്ചുകൂടാ എന്ന് ഞാൻ കരുതി. അങ്ങനെ യൂട്യൂബ് വീഡിയോകൾ കണ്ട് കാർ നിർമ്മിക്കാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും ആ കാർ നിർമ്മിക്കാനായി സാധിച്ചില്ല. അപ്പോഴാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈം 3D പ്രിന്റിംഗ് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് നിർമ്മിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് പല പരാജയങ്ങളും മറികടന്ന് പ്രവർത്തനക്ഷമതമായ ഒരു കാർ നിർമ്മിച്ചെടുത്തു. ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്ത കാർ. ഇത് ഞാൻ പ്രിന്റ് ചെയ്തെടുത്ത കാർ. ഇത് ആ കാർ എങ്ങനെ വർക്ക് ചെയ്യുന്ന വീഡിയോ. ഈ കാർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഈ കാറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതിൽ 4 ബട്ടണുകൾ ഉണ്ട്. ഇത് ഫ്രണ്ടിലേക്ക്, ഇത് ബാക്കിലേക്ക്, ഇത് വശങ്ങളിലേക്ക് പോകാനുള്ള 2 ബട്ടണുകളാണ്. അതുകൂടാതെ ഇതിലൊരു ബട്ടണും കൂടിയുണ്ട്. ഇത് ഈ റിമോട്ട് കൺട്രോളർ ഓണാക്കാനാണ്. ഇത് ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഇത് ഓഫാകും. ഇനി നമുക്ക് ഈ കാർ നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാന ഭാഗങ്ങളെ കുറിച്ച് നോക്കാം. ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഇതുപയോഗിച്ചാണ് ഈ കാറിനെ നിയന്ത്രിക്കുന്നത്. മോട്ടോർ. 4 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ഈ കാറിൻ്റെ ചക്രങ്ങൾ ചലിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു ബാറ്ററി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ 3D പ്രിന്റിങ്ങിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചെടുത്ത ഭാഗങ്ങളാണ്. ഉദാഹരണത്തിന് ചക്രങ്ങൾ, ചേസിസ്, മറ്റുള്ള ഭാഗങ്ങളെല്ലാം. റിമോട്ട് കൺട്രോളറും ഞാൻ 3D പ്രിന്റിങ്ങിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചെടുത്തത്. അതിനു മുമ്പായി ഞാൻ ഈ കാർ എങ്ങനെ നിർമ്മിച്ചെടുത്തതിൻ്റെ കുറച്ചു കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി ഞാൻ ആ കാറിൻ്റെ രേഖാചിത്രം വരച്ചു. അതിനുശേഷം ടിങ്കർകാഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തു. പിന്നീട് ആ കാർ സ്ലൈസിങ് ചെയ്തതിനു ശേഷം 3D പ്രിന്റിങ്ങിൻ്റെ സഹായത്തോടെ പ്രിന്റ് ചെയ്തെടുത്തു. ആ കാറിലുണ്ടായിരുന്ന സപ്പോർട്ടെല്ലാം പറിച്ചു മാറ്റിയതിനു ശേഷം ആ കാറിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്നിപ്പിച്ചെടുത്തു.
ഇനി ഞാൻ നേരിട്ട വെല്ലുവിളികൾ, അതിലൊന്നാണ് പൊരുത്തപ്പെടാത്ത കാർ ഭാഗങ്ങൾ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ കാറിൻ്റെ ഭാഗങ്ങൾ ഒന്നിപ്പിക്കാനായി സാധിച്ചില്ല. അതിന് കാരണം ആ കാറിൻ്റെ ഒരു ഭാഗം വലുതും മറ്റേ ഭാഗം ചെറുതും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെയാണ് ചക്രങ്ങളും മോട്ടോറുകളും എത്ര ഘടിപ്പിക്കാനായി ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല. അതിന് കാരണം ചക്രങ്ങളുടെ വലിപ്പ വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്തു. ഇനി വയറിങ്ങിനെ കുറിച്ചാണ്. വയറിംഗ് ചെയ്യാനായി ഞാൻ ടീച്ചേഴ്സിൻ്റെ സഹായം തേടി നടന്നു. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ വയറിംഗ് പൂർത്തിയാക്കി. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ടിങ്കർകാഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാനായിരുന്നു. ഇനി നമുക്ക് ടിങ്കർകാഡിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നോക്കാം. ടിങ്കർകാഡ് സൗജന്യമായ ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായി സാധിക്കും. ആദ്യമായി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായി സാധിക്കുന്നു. ഇനി എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് വർക്ക് പ്ലെയിൻ. ഇവിടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ കാണുന്നത് ഷേപ്പ് പാനൽ. ഇവിടുന്നാണ് നമ്മൾ ഓരോ ഷേപ്പുകൾ എടുത്ത് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നാവിഗേഷൻ ടൂളുകളെ കുറിച്ച് നോക്കാം. ഈ കാണുന്ന ടൂൾ നാവിഗേഷൻ ക്യൂബ്. ഇതുപയോഗിച്ചാണ് ഒരു വശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാനായി സഹായിക്കുന്നത്. ഈ കാണുന്ന ചിഹ്നം ഉപയോഗിച്ചാണ് ഈ വസ്തുവിനെ സൂം ചെയ്യാനായി സഹായിക്കുന്നത്. ഈ കാണുന്ന ചിഹ്നം ആ വസ്തുവിനെ ചെറുതാക്കാനായി സഹായിക്കുന്നു. ഇനി ഈ ചെറിയ ചെറിയ ചതുരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് നോക്കാം. ഈ വെളുത്ത ചതുരം ക്ലിക്ക് ചെയ്ത് വലിക്കുകയാണെങ്കിൽ രണ്ടു സൈഡുകൾ വലുതാക്കാനും ചെറുതാക്കാനുമായി സാധിക്കും. ഈ കറുത്ത ചതുരം ക്ലിക്ക് ചെയ്ത് വലിക്കുകയാണെങ്കിൽ ഒരു വശം മാത്രമേ വലുതാക്കാനും ചെറുതാക്കാനുമായി സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ചതുരം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ചതുരം റൊട്ടേറ്റ് ചെയ്യാനായി സഹായിക്കുന്നത് ഈ കാണുന്ന ആരോ മാർക്ക് ഉപയോഗിച്ചാണ് ഈ ചതുരത്തെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനായി 3 അക്ഷത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാം. എക്സ് അക്ഷം, വൈ അക്ഷം, ഇസഡ് അക്ഷം എന്നിങ്ങനെയാണ് ഈ ചതുരത്തെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റുള്ള ടൂളുകളെ കുറിച്ച് നോക്കാം. ഗ്രൂപ്പ് ആൻഡ് അൺഗ്രൂപ്പ്, അലൈൻ, മിറർ. ഗ്രൂപ്പ് ആൻഡ് അൺഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് രണ്ട് വസ്തുക്കളെ ഒന്നിപ്പിക്കാനും ആ വസ്തുക്കളെ വേർതിരിപ്പിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അലൈൻ ഉപയോഗിക്കുന്നത് ആ രണ്ട് വസ്തുക്കളുടെയും സ്ഥാനം മാറ്റാനാണ്. മിറർ ഉപയോഗിക്കുന്നത് ആ വസ്തുവിൻ്റെ മിറർ കാണാനാണ് സഹായിക്കുന്നത്. 3D പ്രിൻറ്റിംഗ് ചെയ്ത കാറും മറ്റുള്ള കാറുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ 3D പ്രിൻറ്റിംഗ് ചെയ്ത കാർ ചിലവ് കുറവാണ്. അത് നമുക്ക് സ്വന്തമായി പ്രിൻ്റ് ചെയ്തെടുക്കാനായി സാധിക്കും. സ്വയമായി വാതിലുകൾ തുറക്കുന്ന കാർ നിർമ്മിക്കാനുമായി സാധിക്കും. ശബ്ദം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കാർ നമുക്ക് നിർമ്മിക്കാനായി സാധിക്കും. ഇതുവരെ പറഞ്ഞിരുന്നത് ഈ കാർ എങ്ങനെ നിർമ്മിക്കാം എന്നാണ്. ഈ കാർ നിർമ്മിക്കാൻ ആവശ്യമായ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ആ 3 ഘട്ടങ്ങൾ ഡിസൈനിങ്, സ്ലൈസിങ്, പ്രിൻറ്റിംഗ് എന്നിങ്ങനെയാണ് ഇതിലെ 3 ഘട്ടങ്ങൾ. ഡിസൈൻ ചെയ്യാനായി ഉപയോഗിച്ചത് ടിങ്കർകാഡ്. സ്ലൈസിങ് ചെയ്യാനായി ഉപയോഗിച്ചത് ക്യൂറ ആണ്. ചക്രങ്ങൾ, ചേസിസ്, കാർബോഡി എന്നീ ഭാഗങ്ങളെല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചത് 3D പ്രിൻറ്റിംഗ് ആണ്. ഞാൻ നേരിട്ട വെല്ലുവിളികൾ ഒന്നാണ് വയറിംഗ് ചെയ്യാനായി ഞാൻ ടീച്ചേഴ്സിൻ്റെ സഹായം തേടി നടന്നു. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെയാണ് ഞാൻ വയറിംഗ് പൂർത്തിയാക്കിയത്. ഇതുപോലെ നിങ്ങൾക്കും 3D പ്രിൻറ്റിങ്ങിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചെടുക്കാനായി സാധിക്കും. നന്ദി, നമസ്കാരം.